ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപുട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് വറുത്ത പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ തന്നെ വറുത്ത പൊടിയാണെങ്കിൽ നമുക്കിത് നേരിട്ടെടുക്കാം. അതല്ല പുറത്തുനിന്ന് മേടിച്ചതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഈ പുട്ടുപൊടി നനച്ചെടുക്കണം. പൊടി നനയ്ക്കുമ്പോൾ ഒരിക്കലും കുറെ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നനയ്ക്കരുത്. കുറച്ച് വെള്ളം തളിച്ചിട്ട് വേണം നനച്ചെടുക്കാനായിട്ട്. നമ്മൾ കുറെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ പൊടി ആകെ കുഴഞ്ഞു പോകും. കുറച്ച് പൊടി എടുത്തിട്ട് കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് നല്ല പ്രസ്സായിട്ടിരിക്കണം. പൊട്ടി പോവാതെ ഇങ്ങനെ ഉരുണ്ടിരിക്കും. എന്നാൽ കൈകൊണ്ട് പൊടിക്കുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞും വീഴണം. അങ്ങനെയാണെങ്കിൽ നനവ് പാകമായിട്ടുണ്ടാകും. ഈ പൊടി കയ്യിൽ കുറച്ച് ഉയർത്തിയെടുത്തിട്ട് ഇതുപോലെ 2 വശത്തേക്കും നല്ല സ്പീഡിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൊടിയൊക്കെ അരിക്കില്ലേ, അതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മുകളിലേക്ക് വരും. അതും കൈകൊണ്ട് പൊടിച്ചു കളഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എല്ലാ വശത്തേക്കും ആകുന്ന പോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് 2 പഴുത്ത നേന്ത്രപ്പഴം ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. ഇതിലേക്ക് 2 പിടി തേങ്ങ ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കണം. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയുടെ നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ എടുക്കാം. പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര എടുക്കേണ്ട ആവശ്യമില്ല. ചിരട്ടപ്പുട്ട് തയ്യാറാക്കാനായിട്ട് കുക്കറിലേക്ക് ആദ്യം കുറച്ച് വെള്ളം എടുക്കണം. ഇത് വിസിൽ വെക്കാതെ മൂടണം. എന്നിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടിന്റെ അളവിനനുസരിച്ച് എടുക്കുന്ന വെള്ളം കൂട്ടാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ നീളം പുട്ട് തയ്യാറാക്കാനായിട്ട് പുട്ടുകുടത്തിൽ വെള്ളം തിളയ്ക്കാൻ വെക്കാം. ഇനി നമുക്ക് പുട്ട് നിറച്ചെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം അല്പം തേങ്ങ ചേർക്കാം. അതിന് മുകളിലായിട്ട് 2 സ്പൂൺ പഴം ചേർക്കണം. പഴം കൂട്ട് ചേർക്കുമ്പം ഒത്തിരി ചേർക്കരുത്. ഇത് ഒത്തിരി ചേർത്തിട്ടുണ്ടെങ്കിൽ ആവി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് മുകളിലായിട്ട് നമുക്ക് പുട്ടുപൊടി നിറയ്ക്കാം. ഇങ്ങനെ ചിരട്ടപ്പുട്ട് തയ്യാറാക്കിയെടുക്കാം. നീളം പുട്ടും ഇതുപോലെ തന്നെ ആദ്യം തേങ്ങ ചേർക്കണം, പിന്നെ പഴം ചേർക്കണം, അതിന് മുകളിലായിട്ട് പുട്ടുപൊടി ചേർക്കണം. ഇങ്ങനെ കുറ്റി നിറയണത് വരെ ചേർത്ത് കൊടുക്കാം. വെള്ളം തെളിച്ച് ആവി വരുമ്പോൾ നമുക്ക് പുട്ടുപാത്രം ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ പുട്ട് പെട്ടെന്ന് തയ്യാറാകും. നമ്മൾ കുറച്ച് പൊടി മാത്രം ചേർക്കുന്നത് കൊണ്ട് ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഈ പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. കുറ്റിപ്പുട്ട് തയ്യാറാവാനായിട്ട് ഒരു 6-7 മിനിറ്റ് ഒക്കെ എടുക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടി പോലെ ആ സമയത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ രുചികരമായ പഴംപുട്ട് തയ്യാറായിട്ടുണ്ട്. ആ നെയ്യും ഏലക്കാപ്പൊടിയും പഴവും പുട്ടുപൊടിയും ഒക്കെ കൂടെ വെന്തുള്ള ആ ഒരു മണം തന്നെ മതി നമുക്ക് വിശപ്പ് ഡബിൾ ആവാനായിട്ട്. ഉറപ്പായിട്ടും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. Thank you.